എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ പ്രണാമം. ഞാൻ അല്പം എക്സൈറ്റഡാണ്. അത് നിങ്ങൾക്കറിയാം. ഏതേത് ഭാവങ്ങളാണ് സത്യത്തിൽ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത് എന്ന് ചോദിച്ചാൽ എനിക്ക് എണ്ണി തിട്ടപ്പെടുത്തി പറയാൻ വയ്യ. പരമാനന്ദം തോന്നുന്നു, ഒരു തരം ആത്മാഭിമാനം തോന്നുന്നു, ഒരു തരം പ്രത്യേക സംതൃപ്തി തോന്നുന്നു, ഒരു പ്രത്യേക ഊർജം കിട്ടുന്നു. ഇങ്ങനെ പലവിധമായ ഊഷ്മളമായ ഭാവങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ധന്യമായ ഒരു മുഹൂർത്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ വേദി. ഒന്നാമത് തന്നെ ഇന്നത്തെ ഈ കിട്ടിയ വിഷയം അപരനിലേക്ക് മിഴി തുറക്കുന്ന ഗുരു എന്നതാണ്. വളരെ മനോഹരമായ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ എൻ്റെ ഈ വേദിയിൽ ആരും എനിക്ക് അപരനല്ല എന്നുള്ളതാണ്. ഒട്ടും തന്നെ അന്യരല്ലാത്ത നിങ്ങളോടാണ് അന്യത്വത്തിലേക്ക് അല്ലെങ്കിൽ അപരനിലേക്ക് കാണേണ്ടുന്ന കാഴ്ചയെ പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു ആവശ്യകത എനിക്ക് വന്നിട്ടുള്ളത്. കാരണം നമ്മളെ നമ്മളാക്കിയതിൽ ഒരുപാട് ചേരുവകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട് സാധാരണമായ ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ എവിടെയൊക്കെയോ കൃപാതിരേകം, ഭാഗ്യാതിരേകം എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഗുരുസ്പർശം, ഈശ്വരസ്പർശം നമ്മിലേക്ക് ഒരു കുളിർനിലാവ് പോലെ പെയ്തിറങ്ങാറുണ്ട്. ഗുരുപ്രണയത്തിൻ്റെ, പ്രേമത്തിൻ്റെ അത്തരം ഒരു ചന്ദ്രികച്ചാറിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ അറിഞ്ഞോ അറിയാതെയോ ഗുരുവിൻ്റെ ഒരു സ്മരണ, ഗുരുവിനോടുള്ള ഒരു ഭക്തി ആവിർഭൂതമാകാൻ നിരവധിയായ കാരണങ്ങളുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആധ്യാത്മ അല്ലെങ്കിൽ സ്രോതസ്സായിരുന്നു മലയാറ്റൂർ നാരായണ ഗുരുകുലം. കുഞ്ഞുനാളിൽ അമ്മ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതാണ് നാരായണ ഗുരുകുലം. ഗുരു എന്ന അനന്തവിഹായസിനെ ഒന്ന് തൊടുന്നത് അവിടെയാണ്. ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ അവിടെ അതിമനോഹരനായ ഒരു യതിവര്യൻ ഇടയ്ക്കിടെ വരുമായിരുന്നു. അപ്പൂപ്പൻ താടി പോലത്തെ താടിയുള്ള, നീണ്ട മൂക്കുകളുള്ള, ഒരു പരിമളം വിതറുന്ന വാക്ശകലങ്ങളുമായി കടന്നു വന്ന ഗുരു നിത്യചൈതന്യയതി. നമ്മുടെയൊക്കെ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് മലയാറ്റൂർ നാരായണ ഗുരുകുലത്തിൽ ഇടയ്ക്കൊക്കെ നിത്യചൈതന്യയതി സന്ദർശനത്തിന് വരുന്നത്. അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസമില്ലെങ്കിലും അമ്മ അന്നും പറയുമായിരുന്നു, ഒന്ന് സ്കൂളിൽ പോണ്ട, ഗുരുവിനെ കണ്ട് നമസ്കരിച്ചിട്ട് വരാം എന്ന്. ആ ദിവസങ്ങളിലൊക്കെ തന്നെ സ്കൂളിൽ പോയിരുന്നില്ല. ഹാജർ പോകുമല്ലോ എന്ന ഭീതി ഉണ്ടായിരുന്നില്ല. ഗുരുവിനെ കാണാമല്ലോ എന്ന സന്തോഷമായിരുന്നു. ഗുരു പറയുന്നതൊന്നും മനസ്സിലാകുമായിരുന്നില്ല. പക്ഷെ ഗുരുവിൻ്റെ അടുത്ത് വന്നിരുന്ന ആളുകളെല്ലാം തന്നെ വിജ്ഞാനത്തിൻ്റെ വിഹായസിൽ പറന്ന് നടക്കുന്നവരായിരുന്നു. സത്യത്തിൽ നമ്മുടെയൊക്കെ ഗുരുജ്ഞാന സരണിയുടെ തുടക്കമായിരുന്നു നാരായണ ഗുരുകുല പശ്ചാത്തലം. അവിടെയാണ് രാമ 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 പാഹിമാം, നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ എന്നുള്ളതൊക്കെ വിട്ടിട്ട്
ശ്രീ വാസുദേവ സരസീരുഹ പാഞ്ചജന്യയിലേക്കും ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നതിലേക്കും അറിവിലുമേറി അറിഞ്ഞിടുന്ന അറിവിലേക്കുമൊക്കെ ഉള്ള പ്രയാണത്തിൻ്റെ തുടക്കം. അവിടെയാണ് നമുക്കും ഒരു സദ്ഗുരു ഉണ്ട് എന്ന് പരിചയപ്പെട്ടത്. ആ തുടക്കം വെറുതെ ആയിരുന്നില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും സുബ്രഹ്മണ്യ കീർത്തനം മലയാറ്റൂർ നാരായണ ഗുരുകുലത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ നിർഗളമായി ചൊല്ലാൻ, അനർഗളമായി ചൊല്ലാൻ കഴിയുമായിരുന്നു. ഭാഷയുടെ മാഹാത്മ്യം കൊണ്ടല്ല, ഗുരു എന്ന് പറയുന്ന ഒരു തത്വം ഇന്നും ആത്മാവിൻ്റെ ഓരോ സിരകളിലും എത്തിപ്പെട്ടതിൻ്റെ ഒരു അനുഭവമാണ്.